അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യും. ഇന്ന് സഭയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. വിജയൻ ദാസനാണെന്ന് വാക്കുകളിൽ തോന്നിപ്പിക്കുന്നുണ്ട്. ഈ വലിയ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ തിരിച്ചടിയുടെ ഈ സമയത്തും പ്രവൃത്തിയിൽ അത് തോന്നിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹം ദാസനാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ ചിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഉമ്മൻചാണ്ടിയെ പോലൊരാൾ കഴിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹം വന്നത്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ദാസനായിട്ട് ഭാവിച്ച ആളാണ്. അദ്ദേഹം തന്നെ ശരിക്ക് ദാസനായിരുന്നു എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവും. പക്ഷേ വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഏതു സമയത്തും ആർക്കും അദ്ദേഹത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെല്ലാം വരുന്നു. അദ്ദേഹം അവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ആളായിരുന്നു. എല്ലാവരോടും സൗമ്യമായിട്ട് സൗമനസ്യത്തോടി പെരുമാറിയിരുന്ന ആളായിരുന്നു. മറ്റ് പല പ്രവൃത്തികളോടും നമുക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനകീയതയെക്കുറിച്ച് ജനസ്വീകാര്യതയെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇദ്ദേഹം വന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഒരു വളരെ പ്രകടമായ വ്യത്യാസം ഇവരുടെ സംസാരത്തിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്, ശരീരഭാഷയിലുണ്ട്, മൊത്തം കാര്യങ്ങളിലുമുണ്ട്. അതാർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മഹാരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ തിരുവിതാംകൂറുകാരും കൊച്ചിക്കാരും ഒക്കെ മഹാരാജാക്കന്മാരെ കണ്ടിട്ട് കൊച്ചി മഹാരാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് പത്മനാഭദാസൻ നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. അദ്ദേഹം എത്ര സൗമ്യമായിട്ടാണ്, എത്ര വിനീതമായിട്ടാണ് പെരുമാറിയിരുന്നത്. അദ്ദേഹം ചരിത്രത്തിൽ ആകമാനം വിനീതനായ ഒരു മനുഷ്യനായിരുന്നു. കൊച്ചി രാജാക്കന്മാരുടെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. കോഴിക്കോട് സാമൂരിപ്പാടാണെങ്കിലും വലിയ ഔദ്ധത്യമൊന്നും പ്രകടിപ്പിച്ചായിട്ട് നമുക്കറിയില്ല. അപ്പോൾ കേരളീയർക്ക് പരിചിതമുള്ള ഒരു മഹാരാജാവും ഇദ്ദേഹത്തെ പോലെ ആയിരുന്നില്ല. ഇദ്ദേഹത്തോളം ധാർഷ്ട്യമോ ധിക്കാരമോ അഹങ്കാരമോ ഒന്നും പ്രകടിപ്പിച്ച ഒരു മഹാരാജാവിനെയും സമീപകാല ചരിത്രത്തിൽ കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തും കാണാൻ കഴിയില്ല. തിരുവിതാംകൂറിലും കാണില്ല, കൊച്ചിയിലും കാണുകയില്ല, ഇനി പഴയ സാമൂരിപ്പാടിൻ്റെ കോഴിക്കോട്ടും കാണുകയില്ല. ഇദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ പണ്ട് ശക്തൻ തമ്പുരാനോ അല്ലെങ്കിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയോ മറ്റോ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അവരാരും നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല. ഇതാണ് പ്രശ്നം. ഇദ്ദേഹം പെരുമാറുന്നത് മഹാരാജാവായിട്ടല്ല, അഖില കേരള ചക്രവർത്തിയായിട്ടാണ്. അദ്ദേഹം ചക്രവർത്തിയല്ല, ഓട്ടോമൻ സുൽത്താനെ പോലെ വലിയ അധികാരമുണ്ടെന്ന് ഭാവിക്കുന്ന ആളാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ അധികാര അവകാശങ്ങൾ കുറവാണ്. കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ്. പിന്നെ റെസ്യൂറി പവേഴ്സും കേന്ദ്രത്തിനാണ് ഭരണഘടനാപരമായിട്ട് പോകും. കൺകറൻറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനാണ് നിയമനിർമ്മാണം നടത്താൻ മുൻകൈയുള്ളത്. അപ്പോൾ 28 സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. അത്രേ ഉള്ളൂ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലകൂടിയുണ്ട് എന്ന് വെച്ചോളൂ. കേരളത്തിൽ ഇതിലും പ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി മാറിയിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പട്ടം താണുപിള്ള മുതൽക്ക് ടി കെ നാരായണപിള്ള, സി കേശവൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇങ്ങനെയുള്ള ആളുകൾ തിരുക്കൊച്ചി സംസ്ഥാനത്തുണ്ടായിരുന്നു. പിന്നീട് കേരള സംസ്ഥാനം വന്നതിന് ശേഷം EMS പോലെ അല്ലെങ്കിൽ ശങ്കരനെ പോലെ ഉള്ള ആളുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്യുതമേനോൻ എന്ന് പറഞ്ഞ വളരെ ജനകീയനായ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോട്ടെ, CPM കാരനായ EK നായനാർ എത്ര ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് എസ്കോർട്ടും ഉണ്ടായിരുന്നില്ല, പൈലറ്റും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഓനല്ലടോ എസ്കോർട്ട്, നമുക്ക് എന്തിനാ എസ്കോർട്ട്? നമ്മുടെ എസ്കോർട്ട് എന്ന് പറയുന്ന നാട്ടിലെ ജനങ്ങളാണ്. ജനങ്ങൾക്ക് തരാൻ പറ്റാത്ത എന്ത് സുരക്ഷയാണ് പോലീസിന് തരാൻ പറ്റുക എന്ന് ചോദിച്ച ആളാണ് EK നായനാരുടെ നാട്ടുകാരനായ 40 വാഹനങ്ങളുടെ അകമ്പടി കൊണ്ടാണ് ആംബുലൻസിൻ്റെ പിന്തുണി അകമ്പടിയോടി യാത്ര ചെയ്യൽ എഴുന്നള്ളത്ത് നടത്തുന്ന ഒരു ചക്രവർത്തി കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. മുഗൾ ചക്രവർത്തിക്ക് ഇത്രയും ആർഭാടം ഉണ്ടായിരുന്നില്ല, ഇത്രയും ഗമയും ഗാംഭീര്യവും ഉണ്ടായിരുന്നില്ല. മുഗൾ ചക്രവർത്തിയേക്കാൾ വലിയ. ഞാനതാ പറഞ്ഞത്, ഈ ആധുനിക കാലത്ത് വേറെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിക്ക് ഇത്രയും ആർഭാടമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ഫ്രാൻസിലെ